മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹയുടെ കൈവശമുണ്ടായിരുന്ന ചുരുങ്ങിയ കാരക്കയും കുറഞ്ഞ വെള്ളവും മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. അവിടുന്ന് ആ വെള്ളം കുടിക്കുകയും തൻ്റെ മകന് പാലൂട്ടുകയും ചെയ്തു. എന്നാൽ ഈ വെള്ളം കഴിഞ്ഞപ്പോൾ, തീർന്നു പോയപ്പോൾ മകൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത രൂപത്തിൽ മകൻ ആർത്തട്ടഹസിച്ച് കരയുകയാണ്. വേദന കൊണ്ട്, വിശപ്പ് കാരണം കരയുന്ന മകനൊരിറ്റ് പാല് പോലും കൊടുക്കാനില്ലാതെ മഹദി ഹാജർ റളിയല്ലാഹു അൻഹ സഫയുടെയും മർവയുടെയും മലമുകളിലേക്ക് കയറിയിറങ്ങിയ ചരിത്രം എമ്പാടും നമ്മൾ കേട്ടവരാണ്. എന്തിനാണ് കയറിയത്? ആരെങ്കിലും വെള്ളം കൊണ്ടുവരുന്നുണ്ടോ, ആരെങ്കിലും യാത്രക്കാർ പോകുന്നുണ്ടോ, അവരുടെ കൈവശം വല്ല വെള്ളവും കിട്ടാൻ വകുപ്പുണ്ടോ എന്നറിയാനാണ്. ഇരു പർവ്വതങ്ങൾക്കിടയിലും ഇന്നും മക്കയിൽ പോയാൽ ഹജ്ജിന് പോകുന്ന, ഉംറയ്ക്ക് പോകുന്ന ആളുകൾ നോക്കിയാൽ കാണാം, സഫയുടെ ഒരു ഭാഗം, മുകൾ ഭാഗം മാത്രം നമുക്ക് കാണാനും അവിടെ ഒന്ന് തൊടാനും കയറാനും ഒക്കെ ബറക്കത്തെടുക്കാൻ ബാക്കി അവിടെ നിർത്തിയിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളൊക്കെ മൂടപ്പെട്ട് കഴിഞ്ഞു. ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്കുള്ള സൗകര്യത്തിന് വേണ്ടി സഅയ് കൃത്യമായി നടത്താൻ പ്രയാസമില്ലാതെ സഅയ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഗവൺമെൻറ് കൃത്യമായി അവിടെ പരിപാലിക്കുന്നുണ്ട്. എന്നാൽ ഒരു അല്പഭാഗം ആ സഫാ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം ആ കരിങ്കല്ല് അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. നോക്കണം, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ നൂറ്റാണ്ടുകളോളം എത്രയോ ഹാജിമാരും ഹജ്ജുമ്മമാരും അതിന് മുകളിൽ കയറി പദം വന്ന ആ പാറയുടെ മുകളിൽ ഇന്നും ചെരുപ്പ് ധരിക്കാതെ കയറിയാൽ കാലിന് നൊമ്പരം വരുന്നുണ്ട് എങ്കിൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൂർത്ത കല്ലുകളും കൂർത്ത മുള്ളുകളും ഉണ്ടായിരുന്ന സഫയുടെയും മറുവയുടെയും കുന്നുകൾ ഇന്ന് എയർ കണ്ടീഷൻ ചെയ്തുകൊണ്ട് അവിടെ സൗകര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ, നടക്കുന്ന വഴികളിലൊക്കെ സംസമിൻ്റെ ക്യാനുകൾ വെച്ച് വെള്ളം കുടിക്കാൻ സൗകര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഇതൊന്നുമില്ലാതെ ഒരിറ്റ് വെള്ളം തനിക്കും തൻ്റെ കുഞ്ഞിനും കിട്ടുമോ എന്നറിയാൻ 2 മലകൾ കയറിയിറങ്ങിയ മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ. ഇന്ന് നമ്മൾ ചെയ്യുന്നതിൽ പിന്നോക്കം നിൽക്കുന്ന മക്കളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും സക്കാത്ത് കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്നതിനെ തൊട്ട് ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾ പിൻപന്തിയിലാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഉപദേശം നൽകുമെങ്കിലും നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ കർക്കശ നിലപാടെടുക്കുന്ന മാതാപിതാക്കളുടെ കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ മക്കൾ നിസ്കരിച്ചില്ല എങ്കിൽ അന്നത്തെ രാത്രിയിലത്തെ അത്താഴം മുടക്കിയിരുന്ന മാതാപിതാക്കൾ കഴിഞ്ഞുപോയ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ, ഇന്ന് നിസ്കാരത്തെ സംബന്ധിച്ച് ചോദ്യം പോലുമില്ലാത്ത, നിസ്കരിച്ചോ എന്ന് പോലും ചോദിക്കാത്ത വാപ്പയും ഉമ്മയുമായി ഞാനും നിങ്ങളും മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. صدق الله العظيم وصدق وبلغ رسوله النبي الكريم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واعلموا يا أمة سيدنا محمد اللهم صل وسلم وبارك عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം അവൻ പൊരുത്തപ്പെടുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടെ അല്ലാഹുവിൻ്റെ പരിശുദ്ധ പള്ളിയിൽ ജുമുഅ നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ അവസരം ലഭിച്ചതുപോലെ, നാളെ പരിശുദ്ധ സ്വർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഭാര്യ, മക്കൾ, അയൽവാസികൾ, നമ്മോട് ദുആ വസിയ്യത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ സർവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നൊക്കെ വിട പറഞ്ഞ് ഈ പള്ളിയുടെയും മറ്റും പരിസരങ്ങളിൽ അന്തിയുറങ്ങുന്ന നമ്മുടെ മുന്നോറുകളായ ആളുകൾ അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നതുവരെ ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കാനും മരിക്കുന്ന സമയം കാമിലായ ഈമാനോടെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയാനും അല്ലാഹു നമുക്കൊക്കെ അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ലോകം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു സംഗതി തന്നെയാണ് കൗമാരം എന്നുള്ളത്. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഭീതിയിലാണ്. ഇന്ന് ഈ വേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കാൻ സമയമായി. കലാലയങ്ങളിലേക്കും വിദ്യാലയങ്ങളിലേക്കും നമ്മുടെ മക്കൾ അവർ വീണ്ടും പഴയതുപോലെ പോകാൻ സമയമെടുത്തായിട്ടുണ്ട്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു തീ നെഞ്ചിലേറ്റാൻ സമയമായി എന്നർത്ഥം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കലാലയങ്ങളിൽ പോലും മക്കൾക്ക്
ഒരു രക്ഷയില്ലാത്ത കാലഘട്ടമായി മാറിയിട്ടുണ്ട്. മുമ്പൊക്കെ സുരക്ഷയായി അവർക്ക് കലാലയങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക് അയച്ചാൽ അവിടെ നോക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു വിശ്വാസം മാതാപിതാക്കൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സ്കൂളുകളിലേക്ക് പോകുന്ന, ക്യാമ്പസുകളിലേക്ക് പോകുന്ന മക്കളെ ഓർത്ത് അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് വരെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഭീതിയിലാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി തരുമാറാകട്ടെ. അതുപോലെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഹാജിമാർ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തുമൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഉദ്ഹിയ്യത്തിന് വേണ്ടി മൃഗങ്ങളെ വാങ്ങുന്ന തയ്യാറെടുപ്പിലാണ് പലരും. അള്ളാഹു അതൊക്കെ കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഉദ്ഹിയ്യത്ത് കർമ്മം ചർച്ച ചെയ്യപ്പെടുന്നിടത്ത് ഒരു കുടുംബത്തെ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരാറുണ്ട്. വിശുദ്ധമായ ബലിപെരുന്നാളിൻ്റെ നാളുകൾ കടന്നു വരുമ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹയും ചർച്ച ചെയ്യപ്പെടാതെ, അവരെ സംബന്ധിച്ച് ഓർക്കാതെ, ചിന്തിക്കാതെ ആ ദിനങ്ങൾ കടന്നു പോവുകയില്ല എന്നാണ് യാഥാർത്ഥ്യം. ഒരു കൗമാരക്കാരൻ സഹസ്രാബ്ദങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്ന, ഇന്നോ ഇന്നലെയോ പൊട്ടിമുളച്ചാളല്ല മഹാനായ ഇസ്മായിൽ എന്ന ആ കൗമാരക്കാരൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് കഴിഞ്ഞുപോയ ഒരു മഹാമനീഷിയെ സംബന്ധിച്ച് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ, ഇന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന, നമ്മുടെ മക്കളടങ്ങുന്ന പുത്തൻ തലമുറ ആ ഒരു കൗമാരക്കാരനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുകയും അവിടുത്തെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാ വർഷവും ഇങ്ങനെ കൃത്യമായി ഒരു വേളയിൽ ആ മഹത്തായ കുടുംബത്തെ സ്മരിക്കപ്പെടുന്നത് എന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് പറയാം. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഒരു നാഗരികതയ്ക്ക് തുടക്കം കുറിച്ച നേതൃത്വമാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ലോകൈക നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു നിയോഗിച്ച ഒരു വഴി മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെ പരിശോധിച്ചു നോക്കിയാൽ 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചക ശ്രേണിയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലശേഷം ആയിരക്കണക്കിന് വരുന്ന പ്രവാചകന്മാർ ഈ ലോകത്ത് വന്ന കൂട്ടത്തിൽ കേവലം ഒരേ ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പരയിലൂടെ ഈ ലോകത്തേക്ക് കടന്നു വന്നത്. അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ള മുഴുവൻ പ്രവാചകന്മാരും പിന്നീട് വന്നത് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പരയിലൂടെയായിരുന്നു. അങ്ങനെ മുത്തുനബിയാകുന്ന ലോകത്തിൻ്റെ നേതാവിനെ, അഷ്റഫുൽ ഖൽഖാകുന്ന ലോകത്തിൻ്റെ നേതാവിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു തെരഞ്ഞെടുത്തൊരു വഴി മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതുകൊണ്ട് തന്നെ ആ പരമ്പര വലിയ പരിശുദ്ധമായ പരമ്പരയാക്കി മാറ്റണം. ത്യാഗപൂർണ്ണം, എത്ര വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ശരി, അതൊക്കെ പുഞ്ചിരിയോടുകൂടി നേരിടാൻ കഴിയുന്ന ഒരു പിതാമഹൻ അതിൻ്റെ തലപ്പത്ത് വേണമെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ നിശ്ചയദാർഢ്യത്തിൻ്റെ മുന്നിൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഇന്നും ലോകം വാഴ്ത്തപ്പെടുകയാണ്, സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവിടുത്തെ ഓർക്കാത്ത ഒരു ഹജ്ജും കടന്നു പോകുന്നില്ല. നമ്മുടെ മക്കൾക്ക് മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമാകുന്ന കൗമാരക്കാരനെ മാതൃകയാക്കി കൊടുക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹയും ചരിത്ര പുരുഷന്മാരും വനിതയുമാണ്. അതോടൊപ്പം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പിഞ്ചോമന മകൻ ഇസ്മായിൽ എന്ന ആ പിഞ്ചോമന മകനും ലോകത്തിൻ്റെ മാതൃകയായി ചർച്ച ചെയ്യപ്പെടുകയാണ്. നോക്കണം നിങ്ങൾ, മഹത്തായ പരിശുദ്ധമായ മക്ക എന്ന ആ പുണ്യപ്രദേശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സ്ഥാപിക്കാൻ, മക്കയെ ഈ ലോകത്ത് അറിയപ്പെടുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റാൻ, കാരണം ആ മക്കയിലേക്കാണ് ലോകത്തിൻ്റെ നേതാവ് കടന്നു വരേണ്ടതുള്ളത്. പക്ഷികൾ പോലും പറക്കാൻ പേടിച്ചിരുന്ന ഒരു ഭൂമിയെ ഇന്ന് ഏറ്റവും വലിയ ജനവാസ കേന്ദ്രമാക്കി മാറ്റാൻ അള്ളാഹു തിരഞ്ഞെടുത്തത് ആദ്യത്തെ പടിയായിരുന്നു. മെസൊപ്പൊട്ടോമിയയിൽ നിന്നും ഒരു കുടുംബത്തെ അവിടേക്ക് പറിച്ചു നടുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, ഒരു ഭർത്താവിനെയും ഭാര്യയെയും പിറക്കമറ്റാത്ത തൻ്റെ ചെറിയൊരു മകനെയും കുഞ്ഞിനെയും, ചോര പൈതലായ പാലുകൂടി മാറാത്ത ആ പിഞ്ചോമന മകനെയും പരിശുദ്ധമായ ആ മക്കയുടെ മണ്ണിൽ ആരോരുമില്ലാത്ത, തണിയില്ലാത്ത, തുണയില്ലാത്ത, ഒരാളും കൂട്ടിനില്ലാത്ത
കൂടെയില്ലാത്ത പക്ഷിമൃഗാദികളോ ജന്തുക്കളോ കൂടെയില്ലാത്ത ആ ഒരു മണ്ണിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് ഭർത്താവിനോട് പറയുകയാണ് തിരിച്ചു പോകണം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ആ കൽപ്പന സ്വീകരിച്ചു മടങ്ങിപ്പോവുകയാണ്. മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹയും മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ആ ഒരു ചരിത്രം അവിടുന്ന് അനുഭവിച്ച ത്യാഗങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമായ തഫ്സീറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് അവിടുന്ന് സ്വാദിഖുൽ വഅദാണ് എന്ന, എന്ത് വാഗ്ദാനം പൂർത്തീകരിക്കുന്ന ആള്, വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആള്, വാക്ക് പറഞ്ഞാൽ ലംഘിക്കാത്തയാള്. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞത് അങ്ങനെയാണ്, വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു കാന സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ സംബന്ധിച്ച് നിങ്ങൾ ഓർക്കണം. കാരണം അവിടുന്ന് സ്വാദിഖുൽ വഅദായിരുന്നു, അള്ളാഹുവിൻ്റെ റസൂലും പ്രവാചകനും ദൂതനുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. അതുമാത്രവുമല്ല, അവിടുത്തെ പ്രത്യേകത എടുത്തു പറയുന്ന കൂട്ടത്തിൽ കാണാം വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സക്കാ. ഇന്ന് നമ്മൾ ചെയ്യുന്നതിൽ പിന്നോക്കം നിൽക്കുന്ന മക്കളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും സക്കാത്ത് കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്നതിനെ തൊട്ട് ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾ പിൻപന്തിയിലാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഉപദേശം നൽകുമെങ്കിലും നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ കർക്കശ നിലപാടെടുക്കുന്ന മാതാപിതാക്കളുടെ കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ മക്കൾ നിസ്കരിച്ചില്ല എങ്കിൽ അന്നത്തെ രാത്രിയിലത്തെ അത്താഴം മുടക്കിയിരുന്ന മാതാപിതാക്കൾ കഴിഞ്ഞുപോയ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ഇന്ന് നിസ്കാരത്തെ സംബന്ധിച്ച് ചോദ്യം പോലുമില്ലാത്ത, നിസ്കരിച്ചോ എന്ന് പോലും ചോദിക്കാത്ത വാപ്പയും ഉമ്മയുമായി ഞാനും നിങ്ങളും മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ക്വാളിറ്റി എടുത്തു പറഞ്ഞത് വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സക്കാ. തൻ്റെ അഹ്ലുകാരോട്, തൻ്റെ കുടുംബാദികളോട് നിസ്കരിക്കാൻ കൽപ്പിച്ചിരുന്ന, അവിടുത്തെ കുടുംബാദികളോട് സക്കാത്ത് കൊണ്ട് കൽപ്പിച്ചിരുന്ന മഹാമനീഷിയായിരുന്നു മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം. വകാന ഇൻദ റബ്ബിഹി മർദിയ. അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പൊരുത്തം കാംക്ഷിച്ച ആളുമായിരുന്നു, അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിയ ആളുമായിരുന്നു. ഈ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിഞ്ചോമന പൈതലായിരിക്കുന്ന, ചോര പൈതലായിരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ മക്കയിലേക്ക് പറിച്ചു നടുകയാണ്. തഫ്സീറുകൾ വിശദീകരിക്കുന്നുണ്ട്, മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹയുടെ കൈവശമുണ്ടായിരുന്ന ചുരുങ്ങിയ കാരക്കയും കുറഞ്ഞ വെള്ളവും മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. അവിടുന്ന് ആ വെള്ളം കുടിക്കുകയും തൻ്റെ മകന് പാലൂട്ടുകയും ചെയ്തു. എന്നാൽ ഈ വെള്ളം കഴിഞ്ഞപ്പോൾ, തീർന്നു പോയപ്പോൾ മകൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത രൂപത്തിൽ മകൻ ആർത്തട്ടഹസിച്ച് കരയുകയാണ്. വേദന കൊണ്ട് വിശപ്പ് കാരണം കരയുന്ന മകനൊരിറ്റ് പാല് പോലും കൊടുക്കാനില്ലാതെ മഹദി ഹാജർ റളിയല്ലാഹു അൻഹ സഫയുടെയും മറുവയുടെയും മലമുകളിലേക്ക് കയറിയിറങ്ങിയ ചരിത്രം എമ്പാടും നമ്മൾ കേട്ടവരാണ്. എന്തിനാണ് കയറിയത്? ആരെങ്കിലും വെള്ളം കൊണ്ടുവരുന്നുണ്ടോ, ആരെങ്കിലും യാത്രക്കാർ പോകുന്നുണ്ടോ, അവരുടെ കൈവശം വല്ല വെള്ളവും കിട്ടാൻ വകുപ്പുണ്ടോ എന്നറിയാനാണ്. ഇരു പർവ്വതങ്ങൾക്കിടയിലും ഇന്നും മക്കയിൽ പോയാൽ ഹജ്ജിന് പോകുന്ന, ഉംറയ്ക്ക് പോകുന്ന ആളുകൾ നോക്കിയാൽ കാണാം സഫയുടെ ഒരു ഭാഗം, മുകൾ ഭാഗം മാത്രം നമുക്ക് കാണാനും അവിടെ ഒന്ന് തൊടാനും കയറാനും ഒക്കെ ബറക്കത്തെടുക്കാൻ ബാക്കി അവിടെ നിർത്തിയിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളൊക്കെ മൂടപ്പെട്ടു കഴിഞ്ഞു. ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്കുള്ള സൗകര്യത്തിന് വേണ്ടി സഅയ് കൃത്യമായി നടത്താൻ പ്രയാസമില്ലാതെ സഅയ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഗവൺമെൻറ് കൃത്യമായി അവിടെ പരിപാലിക്കുന്നുണ്ട്. എന്നാൽ ഒരു അല്പഭാഗം ആ സഫാ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം ആ കരിങ്കല്ല് അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. നോക്കണം, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ നൂറ്റാണ്ടുകളോളം എത്രയോ ഹാജിമാരും ഹജ്ജുമ്മമാരും അതിന് മുകളിൽ കയറി പദം വന്ന ആ പാറയുടെ മുകളിൽ ഇന്നും ചെരുപ്പ് ധരിക്കാതെ കയറിയാൽ കാലിന് നൊമ്പരം വരുന്നുണ്ട് എങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൂർത്ത കല്ലുകളും കൂർത്ത മുള്ളുകളും ഉണ്ടായിരുന്ന സഫയുടെയും മറുവയുടെയും കുന്നുകൾ ഇന്ന് എയർ കണ്ടീഷൻ ചെയ്തുകൊണ്ട് അവിടെ സൗകര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ നടക്കുന്ന വഴികളിലൊക്കെ സംസമിൻ്റെ ക്യാനുകൾ വെച്ച് വെള്ളം കുടിക്കാൻ സൗകര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇതൊന്നുമില്ലാതെ ഒരിറ്റ് വെള്ളം തനിക്കും തൻ്റെ കുഞ്ഞിനും കിട്ടുമോ എന്നറിയാൻ 2 മലകൾ കയറിയിറങ്ങിയ മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ, അതോടൊപ്പം തന്നെ ആ മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ കാലടിച്ച സ്ഥലത്തു നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്ത ആ സഈന് ബദൽ കൊടുക്കുകയാണ്, പ്രതിഫലം കൊടുക്കുകയാണ്. സംസമിൻ്റെ ഉറവ ഇന്ന് ലോകമെമ്പാടുമുള്ള മുസൽമാൻ്റെ ഉള്ളിലേക്ക് എത്താൻ കാരണമായ ഒരു കുടുംബത്തെ നമ്മൾ സ്മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ മകനെ നമ്മൾ മാതൃകയാക്കണം. എന്തേ കാരണം? അവിടുന്ന് പ്രായപൂർത്തിയെത്തി, അവിടുന്ന് നടക്കാൻ സൗകര്യമായി, നടക്കാൻ പ്രായമെത്തിയ സമയം അവിടുത്തെ അറുക്കാൻ വാപ്പയോട് കൽപ്പിച്ചത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചോദ്യമാണ്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിമിനെ ഞാൻ എൻ്റെ കൂട്ടുകാരനാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹ് വെറുതെ പറഞ്ഞതല്ല. അവിടുന്ന് കൊടുത്ത പരീക്ഷണങ്ങൾ മുഴുവൻ വിജയിച്ച വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല. എൻ്റെ ചർച്ച വരുന്നത് ഈ ചോദ്യം, മോനെ ഇസ്മായിലെ, നിന്നെ അറുക്കാൻ എൻ്റെ സ്വപ്നത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവ്യ സന്ദേശം നൽകിയിട്ടുണ്ട്. ഫൻദുർ മാദാ തറ, എന്താണ് നിന്റെ അഭിപ്രായം? നീ എന്താണ് കൽപ്പിക്കുന്നത്? നിന്റെ അഭിപ്രായം എന്താണ്? ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ വാപ്പ പോയി പണി നോക്ക് എന്ന് തിരിച്ചു മറുപടി പറയും. പക്ഷേ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറുപടി വന്നത് യാ അബതി ഫഅൽ മാ തുഅ്മർ, എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്യണം വാപ്പ എന്നാണ്. എന്താണോ നിങ്ങളോട് കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങളോട് കൽപ്പിച്ചത് സൃഷ്ടാവായ റബ്ബാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനാണ്, പ്രവാചകനാണ്, അള്ളാഹുവിനെതിരെ നിൽക്കാത്ത വ്യക്തിയാണ്. ഞാൻ കാരണം റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങൾ മാനം കെടാൻ പാടില്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറ്റക്കാരനാകാൻ പാടില്ല. ഞാൻ കാരണം റബ്ബിൻ്റെ അവിടുത്തെ കൽപ്പനയെ ധിക്കരിക്കുന്ന ആളാകാൻ പാടില്ല. ഇഫ്അൽ മാ തുഅ്മർ, എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ കൃത്യമായി നിർവഹിക്കണം എന്ന് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വാഭാവികമായും ഒരു മകനെ കൊല്ലാൻ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ മകനെ വകവരുത്താൻ നോക്കുമ്പോൾ വാപ്പാൻ്റെ കൽബിനൊരു ഇടർച്ച വരും, ഒരു വേദന വരും, ഒരു സങ്കടം വരും. അതിനും പറയുന്നുണ്ട് സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, നിങ്ങൾ ബേജാറാകേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, എന്നെ നല്ല ക്ഷമാശീലരുടെ കൂട്ടത്തിൽ നിങ്ങൾ എത്തിക്കുന്നതാണ്, ഞാൻ ക്ഷമിച്ചുകൊള്ളാം എന്നെ. അതുകൊണ്ട് തന്നെ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ പിടിച്ച സംഭവമൊക്കെ തഫ്സീറുകൾ വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് തൻ്റെ വാപ്പയോട് അവിടുന്ന് അഭിസംബോധന ചെയ്തത് എന്ന്. വാപ്പ, എന്നെ അറുക്കുന്ന സമയം എൻ്റെ കുപ്പായം അഴിച്ചു മാറ്റണം, കാരണം ആ കുപ്പായത്തിൽ എൻ്റെ രക്തക്കറയായി കഴിഞ്ഞാൽ അത് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയി എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ കൊടുക്കണം. ആ ഉമ്മാൻ്റെ കയ്യിലേക്ക് എൻ്റെ കുപ്പായം ഒരു ഓർമ്മയ്ക്ക് കൊടുക്കുമ്പോൾ, അവിടുത്തെ എന്നെ ഓർക്കാനുള്ള ഒരു ഓർമ്മയായി കൊടുക്കുമ്പോൾ അതിൽ എൻ്റെ രക്തക്കറ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ കുപ്പായം അഴിച്ചു മാറ്റിയേക്കണമെന്ന് വാപ്പാക്ക് ഓർഡർ കൊടുക്കുകയാണ്. അതുപോലെ എന്നെ അറുക്കുന്ന സമയം തങ്ങളുടെ മുഖത്തിന് നേരെ തിരിച്ചു വേണം എന്നെ കിടത്താൻ. തങ്ങളുടെ മുഖത്തേക്ക് എൻ്റെ മുഖം വരുന്ന രൂപത്തിൽ നിങ്ങളുടെ നേർക്ക് എൻ്റെ മുഖമാക്കി കിടക്കാൻ പാടില്ല, തിരിച്ചു കിടത്തണം. എന്നിട്ട് നിങ്ങൾ എൻ്റെ പുറകിൽ നിന്നാകണം അറുക്കേണ്ടത്. കാരണം എൻ്റെ മുഖത്തേക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ വർഷങ്ങൾ എത്രയോ കാത്തിരുന്ന് തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ട് തനിക്ക് ലഭിച്ച പൊന്നോമന മകനെ കണ്ടു കൊതി തീരുന്നതിന് മുമ്പ് ഫലമ്മ ബലഗ മഅഹു സഅയ എന്ന് വിശുദ്ധ ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. ഒരു മകൻ ഏറ്റവും കൂടുതൽ വാപ്പയോടുകൂടി അടുക്കുന്നതും വാപ്പ ഏറ്റവും കൂടുതൽ ഒരു മകനോടുകൂടി സന്തോഷം പങ്കിടുന്നതും സ്നേഹിക്കുന്നതും ഒക്കെയായ സമയം ഏറ്റവും ചെറിയ പ്രായമാണ്. സംസാരിക്കുന്ന, പിച്ച വെച്ച് തൻ്റെ വാപ്പാൻ്റെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങുന്ന കാലഘട്ടം. ആ കാലഘട്ടം എത്തിയപ്പോഴാണ് തൻ്റെ മകനോട് ഏറ്റവും കൂടുതൽ ലാളനയും സ്നേഹവും കുമിഞ്ഞുകൂടുന്ന ആ സമയത്ത് തൻ്റെ മകൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തനിക്കൊരു വിഷമം കാരണം, ഒരു പ്രയാസം കാരണം തങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന അത് നിറവേറ്റാതെ പിന്മാറിയാലോ, അതുകൊണ്ട് എന്ത് ചെയ്യണം, എൻ്റെ മുഖം നിങ്ങളുടെ മുഖത്തേക്ക് വരുന്നതിനെ തൊട്ട് തിരിച്ചു കിടത്തണം, എൻ്റെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല എന്ന്. എൻ്റെ കൈകാലുകൾ നിങ്ങൾ കെട്ടണം, എൻ്റെ കൈകാലുകൾ നിങ്ങൾ ബന്ധിക്കണം. കാരണം എന്നെ അറുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മരണവെപ്രാളത്തിൽ ഞാൻ കൈകാലുകൾ തമ്മിലടിച്ചാൽ അത് കാണുമ്പോൾ നിങ്ങളുടെ കൽബിടറിക്കഴിഞ്ഞാൽ അതും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് നിങ്ങൾ ചെയ്തതിന് കുറ്റബോധമായി ചിലപ്പോൾ നിങ്ങളുടെ കൽബിൽ തോന്നിക്കഴിഞ്ഞാൽ അത് വലിയ പ്രയാസം സിദ്ധിക്കും. അതുകൊണ്ട് എൻ്റെ കൈകാലുകൾ നിങ്ങൾ കെട്ടണമെന്ന് ഇങ്ങനെ കൽപ്പന കൊടുത്ത് തൻ്റെ പിതാവിന് അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റാനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത ഒരു കൗമാരക്കാരനെ, ഒരു മകനെ നമ്മുടെയൊക്കെ മക്കളുടെ മുമ്പിൽ മാതൃകയാക്കി കാണിച്ചു കൊടുക്കണം. ഇന്ന് പല ആളുകളും വൈറലാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ട്, റോൾ മോഡലുകളെ സൃഷ്ടിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയകളിൽ തരംഗങ്ങളാകുന്നുണ്ട്. എന്നാൽ ഇസ്മായിൽ എന്ന വൈറൽ താരം അത് കേവലം 1-2 ആഴ്ച കൊണ്ട് പൊട്ടിമുളച്ച് അസ്തമിച്ചു പോയ ആളല്ല, 1-2 മാസങ്ങൾ കൊണ്ട് അസ്തമിച്ചു പോയ ആളല്ല. സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം ഇന്ന് അവിടുത്തെ പറ്റി പറയാനുണ്ട്. ഞാനും നിങ്ങളും മാതൃകയാക്കേണ്ടത് ആ കുടുംബത്തെയാണ്. ഞാനൊരു ഹാജറയും ഇബ്രാഹീമുമായി കഴിഞ്ഞാൽ എൻ്റെ മകൻ അത് ഇസ്മായിലായി മാറും. ഞാനൊരു ഹാജറയും അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്വഭാവ ഗുണങ്ങളെ നെഞ്ചേറ്റാൻ തയ്യാറായി കഴിഞ്ഞാൽ എൻ്റെ മകൻ ഇസ്മായിൽ ഈ പരമ്പരയിൽ വളരാൻ, ആ ചര്യയിൽ വരാൻ അവന് സാധിക്കും, എൻ്റെ മകൾക്കതിന് സാധിക്കും. എന്ന് നമ്മളതിന് എതിരായി നിൽക്കുന്നോ നമ്മുടെ മക്കളും നമ്മൾക്കെതിരായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ വലിയ മാറ്റത്തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. ഇന്ന് മക്കളെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ ഏജിലാണ് നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത്.
കോൾ ചെയ്യാൻ മാത്രമല്ല, മെസ്സേജ് അയക്കാൻ മാത്രമല്ല, ഇന്ന് ഫുഡ് വേണമെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഫോണുകളിലൂടെ സംവിധാനങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന, മക്കളെ ഉറക്കാനും അതുപോലെ കളിപ്പിക്കാനും അവർക്ക് കളിക്കാനും അതുപോലെ തന്നെ മക്കളെ അടക്കിയിരുത്താനടക്കം നമ്മുടെ മൊബൈലുകളാണ് ഇന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു പിന്നോക്കം ഇനി പിന്നിലോട്ട് സഞ്ചരിക്കുക എന്നുള്ളത് അസാധ്യമായതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൂടെ മക്കൾക്ക് നല്ലത് കാണാനും കേൾക്കാനുമുള്ള വഴികൾ നമ്മൾ തുറന്നു കൊടുക്കേണ്ടതുണ്ട്. മഹാന്മാരെ പറ്റിയുള്ള പാഠങ്ങൾ, മഹാന്മാരെ പറ്റിയുള്ള കഥകളും ചരിത്രങ്ങളും അവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവരുമായി ഒരു മാനസികമായ ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് മാതാപിതാക്കളാകുന്ന എൻ്റെയും നിങ്ങളുടെയും ഒരു ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പുതുതലമുറയ്ക്ക് നമുക്കുൾക്ക് അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കെട്ടിയിട്ടുകൊണ്ട് നന്നാക്കാൻ പറ്റുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ആ കാലഘട്ടം അങ്ങനെ നന്നാക്കണം എന്നൊരാൾ തീരുമാനിക്കുകയാണെങ്കിൽ ആ കയറിൻ്റെ അറ്റത്ത് വാപ്പാൻ്റെ കഴുത്തിൽ കുരുക്കിട്ട് കെട്ടിത്തൂക്കാൻ മടിക്കാത്ത മക്കളുടെ കാലഘട്ടം വളർന്നുകൊണ്ടിരിക്കുകയാണ്. തലമുറ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സാഹചര്യങ്ങൾ മാറുകയാണ്. ഒരുപാട് പോംവഴികളും മാർഗങ്ങളും ഇന്ന് മക്കളുടെ മുമ്പിലുണ്ട്. എന്ത് ചെയ്യണമെന്ന കൃത്യമായ ബോധം അവർക്കുണ്ട്. പക്ഷേ ആ ചെയ്യുന്നത് നല്ലതാക്കി കൊടുക്കുക, നല്ല മാർഗത്തിലേക്ക് അവരെ തിരിച്ചുവിടുക, ഇതൊരു വാപ്പാക്കും ഉമ്മാക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഗസ, നമുക്കറിയാം ഫലസ്തീനിൽ വല്ലാതെ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രയാസങ്ങൾ, പട്ടിണിക്കിട്ടുകൊണ്ട് കൊല്ലാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോംബിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. നോക്ക് നിങ്ങൾ, നരകവാസികളായ ആളുകളെ അവസാനം പരീക്ഷിച്ചത് പട്ടിണിക്കിട്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. തീ കത്തിച്ചിട്ട് നന്നാകാത്ത ടീമിനെ അവസാനം എന്ത് ചെയ്തു? റബ്ബ് സുബ്ഹാനഹു വ തആല പട്ടിണിക്കിട്ടു. വിശപ്പങ്ങോട്ട് കയറിയപ്പോൾ അള്ളാഹുവിനെ സമ്മതിക്കാൻ തുടങ്ങി, റബ്ബാണ് എന്ന് സമ്മതിക്കാൻ തുടങ്ങി. പട്ടിണി എന്നുള്ളത്, ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നുള്ളത്, വെള്ളം തടയുക എന്നുള്ളത് ഏറ്റവും വലിയ ക്രൂരതയാണ്. പട്ടിണിക്കിട്ടുകൊണ്ട് ഗസയിലെ മക്കളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ബലിയർപ്പിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തയ്യാറായത് റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ ഇന്ന് ഗസയിലെ പിഞ്ചു പൈതങ്ങളെ ആ മാതാപിതാക്കൾ പരിശുദ്ധമായ ഈ ദീനിന് വേണ്ടി സമർപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എത്രയോ മക്കളാണ്, പിഞ്ചു പൈതങ്ങളാണ് അവിടുന്ന് ശുഹദാക്കളുടെ പട്ടികയിലേക്ക് ചേർന്നു പോകുന്ന. അല്ലാഹു അവരെ കണ്ട് നാളെ സ്വർഗത്തിൽ കടക്കാൻ ആ മാതാപിതാക്കൾക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അവർക്ക് വേണ്ടിയൊക്കെ ആത്മാർത്ഥമായി ദുആ ഇറക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സകല അക്രമകാരികളെയും സകല ശത്രുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. നമ്മയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ യഖീനോടുകൂടി ജീവിക്കാനും ഇസ്സത്തോടുകൂടി ജീവിക്കാനും സലാമത്തോടുകൂടി ജീവിക്കാനും അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറായിട്ട്. നമ്മുടെ നാട്ടിൽ വഖഫ് ഭേദഗതി ബില്ലുമായി അത് പാസ്സാക്കിയതൊക്കെ നമ്മൾ അറിഞ്ഞു. അതിൽ മാറ്റം വരുന്ന രൂപത്തിൽ, നമുക്ക് അനുകൂലമായി മാറ്റം വരുന്ന രൂപത്തിലൊക്കെ ദുആ ഇറക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമുദായത്തിന് അല്ലാഹു ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ.